നീ അതിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓള് ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാ, ഒന്ന് നീ അതിന്റെ ഷെഡ് പോയി അരക്ക്. എടാ മുതുക്കുകളല്ലടാ നീയൊക്കെ, നിനക്ക് പണിക്ക് പോക്കൂടെ? അല്ലെങ്കിൽ സ്ട്രീമിങ്ങും പരിപാടിയൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ തൊപ്പിയുടെ കൂടെ നിന്നിട്ട് പഠിച്ചെടുത്തവരല്ലേ, ഒറ്റയ്ക്ക് ചെയ്തൂടെ? ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ നിങ്ങളവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നു? ലോകം അല്ലെങ്കിൽ രണ്ടാൾ ഇവൻ അറിയണം, ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ MRC തൊപ്പിയുടെ ഫേക്ക് ഫേസ് റിവീൽ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തൊപ്പിയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പാല് കൊടുത്ത കൈക്കന്നെ കൊത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ പാലൊന്നും കിട്ടിയിട്ടില്ല, കിട്ടിയത് മൊത്തം അടിയും ചവിട്ടുമാണെന്നാണ് MRC ഗ്യാങ് ഇപ്പൊ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്ര നാള് നമ്മൾ തൊപ്പിനെ ഒരു സ്റ്റാൻഡിൽ കണ്ടിട്ട് പിന്നീട് അത് അങ്ങനെയല്ല, അവരെ എല്ലാ വ്യൂസിനും ലൈക്സിനും വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് അറിയുമ്പോ ഒരു വിഷമം. എന്തായാലും വീഡിയോ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നീ അതിന്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓള് ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാ, ഒന്ന് നീ അതിന്റെ ഷെഡ് പോയി അരക്ക്. കാരണം ഓന്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മള് ഇത്ര തായാന്ന് നമ്മളെങ്ങനെയാ അവര് കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കൾ? ബ്രോ ഷെഡി വരെ അലക്കി കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അവനവന്റെ ചെഡി പോലും അലക്കാൻ പറ്റാത്തവനായിരുന്നോ ഈ തൊപ്പി? എടാ ഒരാളെ അടിമ ആക്കുകയാണെങ്കിലും അതിലും ഒരു ലിമിറ്റ് ഇല്ലേ? നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും, നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ ഞാൻ പറയാ എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. അവൻ ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ അവൻ കൊടുക്കൂ. ആ കൊടുക്കുന്നതിന് 2 രൂപ കൊടുക്കുന്നതിന് 10 രൂപ അവൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് അവൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവൻ അത് കൊടുക്കൂ. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മൾ അവന്റെ കൂടെ ഉണ്ടായ ആൾക്കാരായിക്കൊണ്ട് നമുക്കത് അത്രയും കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇതൊരു പുതിയ കാര്യമോ അല്ലെങ്കിൽ തൊപ്പീനെ നമ്മൾ അങ്ങനെയല്ലോ അവന്റെ തൊപ്പി ഇങ്ങനെ ചെയ്യുവോ? ഇവര് അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമെ കാണുമ്പോൾ അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ ഗൂഗിൾ പേയോ എന്താന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്. കുറച്ച് കാര്യങ്ങളേക്ക് പറയണം തോന്നി. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്നുള്ള ഒരു കാരണം കൊണ്ടാണല്ലോ തൊപ്പി ഇവരെ കൂടെ കുട്ടിയിറക്കണമെന്ന് പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അവനവൻ എന്തേലും ഒരു ബിസിനസ്സോ അങ്ങനെ എന്തേലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യുക. അതിന് കൂട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെ ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവരെ ഒഴിവാക്കാനും പറ്റാതെയാവും. പിന്നീട് അതൊരു പ്രശ്നങ്ങളിലേക്ക് മാറും. എടാ നിന്റെ ഒരു കൂട്ടുകാരൻ ഒരു വേണ്ടതിനെ കാട്ടി വിചാരിക്കുക, നീ അത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ഒരു നല്ല കൂട്ടുകാരനെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോ തൊപ്പിയുടെ കൂടെ നിന്നിട്ട് അവര് അനുഭവിച്ച ദുരിതങ്ങളെ പറ്റിയിട്ട്, അത് വെറും ദുരിതം മാത്രമല്ല, മെന്റലി പിന്നെ ശാരീരികമായിട്ടുള്ള ടോർച്ചറിങ്. മമ്മൂന്റെ മോന്തൊക്കെ ഇട്ട് ചവിട്ടി എന്നാ പറയുന്നത്. കുറെ കാലം പുതുങ്ങി നിന്നല്ല, അതിന് കിട്ടിയല്ലോ. ഏട്ടനെല്ലാം പറഞ്ഞ് കൂടെ ഉണ്ടായവനെല്ലാം അടിച്ചു തന്നല്ലോ. നമുക്ക് തോന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക് ഓമ്പിക്കുന്നുള്ളൊരു സാധനം. ബാങ്ക് ബാലൻസ് ബാങ്ക് ബാലൻസ് എനിക്ക് ഇതൊന്നും അവിടെ ബാങ്ക് ബാലൻസിൽ ഒന്നും ഇല്ല. അതിന് സാലറി വേണ്ടേ? സാലറി ഓക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട് കുക്കായിട്ടാണ് ഞാന് MRS എന്നുള്ള ഗ്യാങ് ഇല്ല, അന്നേരം ഓന്റെ അപ്പറ ഞാൻ പോയത്. തൊപ്പി എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ, അല്ലാണ്ട് MRS ഗ്യാങ് എന്നുള്ളൊരു സാധനം വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പൊ ഡിസ്കോഡിൽ ഒരു വീഡിയോ ഇട്ട്, ഞാൻ അധികം കൊണ പറയുന്നില്ല, ഞാൻ കുറച്ച് ഇതാക്കാം. ഞാൻ ഓന്റെ അടുത്തേക്ക് പോയി, കുക്കിന് ശമ്പളം ഉണ്ട് പറഞ്ഞ അന്നത്തെ ഓഡിയൻസിന് അറിയായിരിക്കും. പിന്നെ നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ മറ്റു സംഭവം അവർ ചോദിക്കുന്നത്, നീ ഒരിക്കൽ 45,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിലെന്തോ കണ്ണൂർ, നാട്ടിലുണ്ട് കണ്ണൂരെന്തോ. നിങ്ങൾ മാത്രല്ല, കാരണം എന്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത് 45,000 ഇല്ല, എന്താ പൈസ അയക്കാത്തേന്ന്. കാരണം ഓന്റെ പൈസയാടാ. എനിക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാണ് ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ ഇതില്ലോണ്ട്. അപ്പോ ഓന്റെ പൈസയും ഓന്റെ പ്രൊമോഷന്റെ പൈസയെല്ലാം കുറച്ച് അനക്ക് അയക്കും. ബാക്കിയുള്ളവർ കുറെ ഉണ്ടാവും, കുറെ ആൾക്ക് ഓനക്ക് അയക്കും. അതായത് ഓന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഇതാണെന്തല്ലോ എന്നൊക്കെ അറിയില്ല. അപ്പോ അങ്ങനെ അയച്ച പൈസയാണ് ആ 45,000 എന്നുള്ള ഒരു സാധനം. എടാ മുതുക്കുകളല്ലടാ നീയൊക്കെ, നിനക്ക് പണിക്ക് പോക്കൂടെ? അല്ലെങ്കിൽ സ്ട്രീമിങ്ങും പരിപാടിയൊക്കെ കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ
തൊപ്പിയുടെ കൂടെ നിന്നിട്ട് പഠിച്ചെടുത്തവരല്ലേ, ഒറ്റയ്ക്ക് ചെയ്തൂടെ? ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ നിങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുന്നു? പിന്നെ മമ്മു പറയുന്നു വീട്ടിക്ക് പൈസ അയച്ചു കൊടുക്കാൻ പോലും തൊപ്പി ഒന്നും തരുന്നില്ല എന്ന്. തൊപ്പിയുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നതാണ്. കാരണം തൊപ്പി അങ്ങോട്ട് പോയി ക്ഷണിച്ചിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാന്ന് പറഞ്ഞ ആളാണ് MRC തൊപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീഡിയോ കാണുന്ന ഓരോ ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, എടാ നിങ്ങൾക്കൊന്നും നോക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനോ അത് എന്ത് ഷിപ്പ് ആയിക്കോട്ടെ അങ്ങനത്തെ പരിപാടിക്കും നിൽക്കാതിരിക്കുക. സ്ക്രിപ്റ്റ് എന്ത് സ്ക്രിപ്റ്റാണ് മൊത്തം. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളാടാ എടാ അവർക്ക് അങ്ങനെ തോന്നൂടാ. കാരണം അവരൊരു 3 വർഷം ഒരാൾ അങ്ങനെ കണ്ടു, അവരെ എല്ലാ സ്ഥലത്തും അങ്ങനെ കണ്ടു, അങ്ങനെ ആരാധിച്ചു, അങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ചിട്ട് പെട്ടെന്ന് അവരുടെ കൂടെയുള്ള ആൾക്കാർ വന്ന് പറയുമ്പോ അവർക്ക് അത് തോന്നും. ഇല്ല, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ നോക്കണ്ട. അവർക്ക് പൊന്നു മക്കളെ, നിങ്ങൾ അവിടെ ഗ്യാങ് ഹൗസിൽ കടന്ന് കാണിച്ച പരിപാടിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തൊക്കെ രീതിയിൽ കോണ്ടന്റ്സ് നിങ്ങൾ ഉണ്ടാക്കി, പുലിയുടെ വേഷം കെട്ടി ആടല്, TV തല്ലി പൊളിക്കല്. എടാ ഇതൊക്കെ ആലോചിച്ച് ചെയ്യുന്ന ഒരു ബുദ്ധിയുള്ളവര് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. ആ കാര്യത്തിനെ പറ്റിയിട്ട് ഇവര് പറയുന്നുണ്ട് അത് കേടായ TV ആയിരുന്നു എന്ന്. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ലൈവില് മെമ്പർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ലെവലില് വിശ്വസിച്ച് വന്ന ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് ഓഡിയൻസിനെ പണ്ട് വല്ല കാര്യമുണ്ടോ? അടുത്തത് അനുഭവിച്ച എന്ത് പ്രൂഫാണോ എനിക്ക് വേണ്ടത്? ഓനോന്റെ വീട്ടിൽ പോയിട്ട് ഓനോന്റെ വീട് കാണിച്ചു തരും 3 വർഷമായിട്ടുള്ള. അതിന്റെ അപ്പുറത്തോട്ട് എന്താടാ നിനക്ക് പ്രൂഫും എല്ലാം? 3 വർഷമായിട്ട് അവന്റെ കൂടെയുള്ള കോടീശ്വരനായ തൊപ്പി എന്ന് പറഞ്ഞ BMW ഫോർച്യൂണറും 4-5 കാറും വീടും ബംഗ്ലാവും ഇത് പറഞ്ഞ ലക്ഷക്കണക്കിന് ഉറുപ്പിയും കോടിക്കണക്കിന് ഉറുപ്പിയും ഉണ്ടാക്കുന്ന തൊപ്പീന്റെ കൂടെ 3 വർഷമായിട്ടുള്ള ഇവന്റെ വീട് ചോർന്നൊലിക്കുക എന്ന് പറഞ്ഞിട്ട് അത് നിനക്ക് വിശ്വസിക്കാൻ പറ്റാണ്ട് അത് നിനക്ക് ഇവൻ കാണിച്ചു തരും. മനസ്സിലാ? ഇവനത് കാണിച്ചു തരും. ഇവൻ കണ്ണൂരിൽ പോയിട്ട് നിനക്ക് നാളെ ആ വീഡിയോ അപ്ലോഡ് ആയിട്ട് നിനക്ക് അത് കണ്ണി കാണുമ്പോൾ നിനക്ക് വിശ്വാസം വരുമോ? ഇവന്റെ വീട് ചോർന്നൊലിക്കുന്ന കാണുമ്പോൾ നിനക്ക് വിശ്വാസം വരുമോ? ആ ബുദ്ധിയില്ലാത്ത മൊണ്ണകളെ, ഇത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെന്തോടാ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരോട്. ഞാൻ തെളിവ് മൊത്തം കാണിച്ചെന്നാ പോരെ. കാരണം ഇത്ര കൊല്ലം ഓക്കെ നിങ്ങളെല്ലാം മനസ്സിൽ, അതായത് ഒരു ഓഡിയൻസ് ഓക്കെ നിങ്ങളെല്ലാം കാണുന്നത്. കാരണം തൊപ്പിക്ക് ഇത്രയും പൈസയുണ്ട്, തൊപ്പി ഇവരെല്ലാം പോറ്റി വളർത്തുന്നുണ്ട്. അപ്പൊ മമ്മൂന്റെ ഗെയിമിൽ എത്ര ഉണ്ടാവും? കാരണം മമ്മു ആണ് ഇവരെക്കാട്ടി മുന്നേ വന്നത്. അപ്പൊ മമ്മൂന്റെ ഗെയിമിലും പൈസ ഉണ്ടാവും. അപ്പൊ ഓന്റെ എങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ ഇവനോട് ചോദിച്ചു, നീയാതെ ഞാൻ എന്റെ വീട്ടിന്റെ അവസ്ഥ ഇതെല്ലാം ഞാൻ അങ്ങ് കാണിച്ചു കൊടുക്കട്ടെ, അതായത് ആൾക്കാരിൽ അറിയട്ടെ. കാരണം പിന്നെ മമ്മൂന്റെ വീട് എല്ലാരും കാണട്ടെ, ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ഓൻ പറഞ്ഞ ഒരു വാക്കാണ്, പൊന്നു മമ്മു ദയവ് ചെയ്ത് നിന്റെ ആ പൊട്ടിപ്പോളുടെ വീട് കാണിക്കല്ലേ, കാരണം അനക്ക് നാണക്കേടാണ്. ഉമ്മ സത്യമായിട്ട് പറഞ്ഞതാ. പൊന്നു മമ്മു, എന്റെ വീട് അങ്ങനെ കടക്കുകയാണെങ്കിൽ ഈ ഇപ്പൊ 2-2.5 വർഷമായില്ലേ ഇപ്പൊ അവിടെ ഗ്യാങ് ഹൗസിൽ കൂടിയിട്ട് എല്ലാരെയും കാട്ടി മുന്നേ വന്ന ആളാണ്. അപ്പൊ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നീ പെരുമാറുന്നു. ഒന്നും കിട്ടണില്ലെങ്കിൽ അതിൻ്റെതായ പരിപാടി നോക്കണം. എന്തോ 10 പൊട്ടിയിരിക്കുകയാണ് ഇവൻ. +2 പോലും പോയിട്ടില്ല. തൊപ്പി നോക്കുന്നും പറഞ്ഞിട്ട് ഒരു ഷെൽട്ടർ അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാലും ജീവിതകാലം മുഴുവനൊന്നും അത് ഉണ്ടാവില്ല. അവനവന് വേണ്ടത് അവനവൻ തന്നെ ഉണ്ടാക്കണം. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് അതിനൊരു വില ഉണ്ടാവുള്ളൂ. കണ്ടവൻ തന്നതിനൊന്നും ഒരു വില ഉണ്ടാവില്ല. അതൊക്കെ ഒരു ദാനായിട്ടാണ് ആൾക്കാർ കാണുള്ളൂ. ഞാൻ ഇപ്പൊ ആക്ടിങ് ആണ് മറ്റേതാണെന്ന് പറയുന്നുണ്ടാവും. ഞാൻ അനുഭവിച്ച കാര്യം അതായത് ഞാൻ എത്ര കാലം അനുഭവിച്ചിട്ടുണ്ട്, എത്ര കാലം അടിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം നമുക്ക് പറയണമെന്ന് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. കാരണം ഞാൻ അത്രയും അവിടെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കാര്യം പറയാം, അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എടാ അത് ജയിലൊന്നും അല്ലല്ലോ നിനക്ക് വിത്ത് പെർമിഷൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി വന്നിട്ട് ബാക്കിയുള്ളവന്റെ കാര്യം നോക്കണമായിരുന്നു. നിന്റെ ഉമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അവർക്ക് തിന്നാൻ വല്ല ഇട്ട് കൊടുക്കുന്നുണ്ടോ? ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞൊരു ലൈവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവന് വേണ്ടി പിന്നെയും പൈസ ഉണ്ടാക്കി കൊടുക്കാനും ഇവന് വേണ്ടി ഇവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇവന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇവൻ വളർത്തിയിട്ടുണ്ട്. അത് എന്തിനാ ചെയ്തതെന്നുള്ളത് പിന്നെ എപ്പാ മനസ്സിലായെന്നറിയോ? ഈ പറഞ്ഞ പോലെ നമ്മൾ 1 ഉറുപ്പിക ചോദിച്ചപ്പോ ആണ് ഈ പറഞ്ഞ സത്യം എന്റെ വായിന്ന് വന്നത്. എന്ത് എടാ കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇവിടെ ഇതാക്കുന്നത് അങ്ക് കാര്യങ്ങൾ ഇതാക്കാനും എൻ്റെ കാര്യങ്ങൾ ഇതാക്കാനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന റൂളും ഞാൻ പറയുന്ന കാര്യങ്ങളും മാത്രമേ നടക്കൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകൂ. എല്ലാന്നുണ്ടെങ്കിൽ നീ എല്ലാം ഒറ്റയ്ക്ക് പോയിട്ട് മൂഞ്ചിക്കോ. എന്നോട് പറഞ്ഞ കാര്യം അത്. ഷമീർ, എന്റെ അടുത്ത് തൊപ്പി പണ്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്ന കളിയും ചെറിയല്ല. അണക്ക് വേണമെങ്കിൽ നീ നല്ല രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ. അപ്പൊ ഷമീർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അതൊന്നും കുഴപ്പമില്ല, സ്നേഹം മതി. നമുക്ക് സമാധാനത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ കിട്ടിയില്ലേ, നല്ലോണം കോരി തന്നില്ലേ തൊപ്പി? ഞാൻ അനുഭവിച്ചോ? അതിന്റെ വാശിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മാന്റെ സ്വർണം പണയം വെച്ചതും അതിന് ഞാൻ PC എടുത്തതും മനസ്സിലാ ഇതാക്കുന്നതും. ലോകം അല്ലെങ്കിൽ 2 ആള്
രണ്ടാൾ ഇവൻ അറിയണം, ഇവൻ ആരായിരുന്നു, ഇവൻ ചെയ്ത ഇതെന്തായിരുന്നു എന്നുള്ളത് രണ്ടുപേരും അറിയണം എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ കാര്യം പറയാം, അതെനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും എൻ്റെ ഇമോഷണൽ ഒരു പുണ്ടയായിപ്പോയി ഞാൻ. അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ ഇതാക്കും. നിങ്ങൾക്ക് മറ്റേ അശ്വിൻ ബ്രോനോട് ചോദിച്ചാലും ഈഗിൾ ബ്രോനോടെല്ലാം ചോദിച്ചാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, മനസ്സിലാവും. എന്നെ കൊണ്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ്, ജാസിൻ കുക്കിംഗ് ചെയ്യണം. ജാസിന്റെ കുക്ക് സംഭവം എന്താ വെച്ചാൽ ജാസി കുക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞത് കുറച്ച് പേർക്കേലും മനസ്സിലായി ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ജാസിയുടെ ബർത്ത്ഡേ ആണ് എന്ന് കള്ളം പറഞ്ഞിട്ട് അവനൊരു PC ഗിഫ്റ്റ് ചെയ്യാണ്, തൊപ്പി. പക്ഷെ അത് അവന് ഗിഫ്റ്റ് ചെയ്ത PC അല്ല, അത് തൊപ്പിക്ക് തന്നെ വേണ്ടിയിട്ടായിരുന്നു. കാരണം അവന്റെ സിസ്റ്റം ഒന്ന് എറർ വന്നപ്പോ അതിന് പകരമായി യൂസ് ചെയ്യാൻ വേണ്ടി അവൻ തന്നെ വാങ്ങിയ ഒരു PC, അതൊരു കോണ്ടന്റ് ആക്കണം ആ വിഷയം. ജാസിക്ക് ഒരു PC എന്ന് പറഞ്ഞിട്ട് ഒരു തമ്മിലും കൊടുത്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇവനെ ഒന്ന് പൊക്കി പറയല്ലോ. കാരണം ഇവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഇവൻ നന്നായിട്ടാ നോക്കുന്നത് എന്നുള്ളത് പൊക്കി പറയല്ലോ. അതിന് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഇതാണ് ജാസിക്ക് ഒരു PC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ PCന്റെ കാര്യം ഞാൻ സന്തോഷമായിരുന്നു ഇത് ഡിക്ലെയർ ചെയ്തപ്പോഴല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞല്ലോ, ഈ പരിപാടിയുടെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ പറയുക, പരിപാടിയൊക്കെ ഒന്ന് ഇതായി ലൈവെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവൻ്റെ റൂമിൽ പോയി. അപ്പോൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുൾ ഹാപ്പിയാണ്. ഇതേ ലൈവിൽ തന്നെ എന്നോട് പറഞ്ഞത് ഇനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി മെൽവിനെ എടുക്കാന്നൊക്കെ പറഞ്ഞു. അല്ല എനിക്ക് ഏറ്റവും വലിയ ഇതുണ്ടായെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ പോയി ചോദിച്ചു നീ അത് എന്തെല്ലാം കാര്യങ്ങൾ, അപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നോട് എന്തിനാന്ന്, അപ്പോൾ അല്ല ഞാൻ പറഞ്ഞല്ല എനിക്കിങ്ങനെ PC സെറ്റ് ചെയ്ത് തന്നല്ലോ, അപ്പോൾ ഞാൻ എവിടെയാ ലൈവ് ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ എന്നോട് പറയാ എടാ മയിരെ പറയാൻ പറ്റുമോ? ഞാൻ നമ്മള് ഓൻ പറഞ്ഞ കാര്യമല്ല നമ്മള് പറയുന്നത്. ഇനിയിപ്പോ എല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ അപ്പുറത്തോട്ട് ഇതാക്കാനുള്ള ഇതുണ്ട്. പക്ഷെ നമുക്ക് അത് വേണ്ട. അങ്ങനെ നമ്മൾ അങ്ങനെയല്ല അവനെ കണ്ടതും ഇതാക്കിയതും. പിന്നെ ഇത് ഇതില്ലാത്തോണ്ട് നമുക്ക് വേറെ വെയ്യില്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ അങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു, മനസ്സിലാവും. സീരിയസ്ലി. അപ്പൊ നമുക്ക് വേറെ വെയ്യില്ല. അതുകൊണ്ടാണ് എത്രത്തോളം പറയാനുള്ള കാരണം വേറെ ഈ കമന്റും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് ഒക്കെ നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ അറിയാണ്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നമാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എടാ ഓൾറെഡി എൻ്റെ PC പിന്നെന്തോ അപ്ഗ്രേഡ് ചെയ്യണം, എന്തൊരു പേര് പറഞ്ഞു ചിപ്പിൻ്റെ, അത് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് സംഭവം എനിക്ക് വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ എന്തായി കഴിഞ്ഞാൽ നമുക്ക് റീച്ചും കാര്യങ്ങളും ഒക്കെ അല്ലേ. സത്യം പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഡേറ്റിൽ പോലും അല്ല, അത് നിങ്ങൾക്ക് അറിയുമെന്നുള്ളത് അറിയില്ല, ഈ ഡേറ്റിൽ പോലും അല്ല. ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അവിടെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നിങ്ങൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് തോന്നുന്ന എന്തായി കഴിഞ്ഞാലും അതൊക്കെ ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിട്ട് പോലും ഞാൻ ഓൾറെഡി എൻ്റെ കാര്യങ്ങൾ പേഴ്സണലി ഞാൻ പറയും. കാരണം വെച്ചാൽ നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ലൈവ് നോക്കിയപ്പോൾ കണ്ട് TVൻ്റെ കാര്യം പറഞ്ഞത്, എടാ കേടായിട്ട് യൂസ് ചെയ്യാത്തൊരു TV ചവിട്ടിപ്പൊട്ടിച്ച് എന്താ പ്രശ്നം? ഇത് ഓൾറെഡി പറഞ്ഞത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൈസ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ₹1 ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 100 രൂപ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒരു 100 പ്രാവശ്യം ചിന്തിച്ചാലോചിച്ചിട്ട് മാത്രം ഒരു കാര്യം ചെയ്യും. ബ്രില്യൻ്റ് ആളാണ് അത് ഞാൻ പറയാം. ബിസിനസ് അതാണ് കാരണം. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പൊട്ടന്മാര് വിറ്റതും അത് വെച്ച് ഇതാക്കിയതും നമ്മളെ വണ്ടന്മാരാക്കാനുള്ള കാരണം അതാണല്ലോ. സത്യടാ, നമ്മളെ സത്യം എടാ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാണ്, നാളെ തൊപ്പി വന്നിട്ട് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാ നേരെ നിങ്ങൾക്കെതിരെ എല്ലാരും തിരിഞ്ഞു കൊത്തും, ഉറപ്പാ. കാരണം തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, അതായത് അവന്റെ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് അത് അത്രത്തോളം ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ കാര്യം വന്ന് പറയുമ്പോ ആൾക്കാർ കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യെങ്കിലും അവൻ വന്നൊന്ന് കരഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിയും, ആട്ടാ പട്ടല മൂഞ്ചി കിട്ടും. ഞാൻ എന്തെല്ലാം ഈ പറഞ്ഞ പോലെ എന്നെ ഓമ്പിച്ചാലും ഞാൻ പറയാം, ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. അത് ഞാൻ പറയും, അത് ഞാൻ എവിടെയും പറയും. ഹീസ് എ ബ്രില്യൻ മാൻ ഐ എവർ സീൻ. എങ്ങനെ വ്യൂസ് ഉണ്ടാക്കണം, എങ്ങനെ ആൾക്കാരെ മണ്ടനാക്കണം, എങ്ങനെ ആൾക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിനെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മനസ്സിലാ, ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി ഞാൻ വേറെ കണ്ടിട്ടില്ല. വാട്ട് എവർ എന്തോ സംഭവിച്ചോട്ടെ, അത് കണ്ടന്റ് ആക്കുക, അത് വിൽക്കുക, അത് വിറ്റുകൊണ്ട് 10 രൂപ ഉണ്ടാക്കുക എന്ന് പറയുന്ന ബുദ്ധി ഉണ്ടല്ലോ, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അത് നമ്മളെയും കൂടി ഊമ്പിച്ചത് കൊണ്ടാണ് സത്യം.
എടാ എനിക്ക് സത്യം പറഞ്ഞ ഈ തൊപ്പി എന്നുള്ള ക്യാരക്ടർ ഇടാ എനിക്ക് ഈ നീ നിയാദിനെക്കാട്ടും ഇഷ്ടം വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇവന് വരുന്നതിന് മുമ്പ് നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ് ഇവനും ചിന്തിച്ചുകൊണ്ടിരുന്ന ആള്. ഏത് ഈ പറഞ്ഞ പോലെ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തിനെ കുറിച്ച് ഇവൻ ചിന്തിച്ച കുറച്ച് കാരണങ്ങളുണ്ട്, ഇവൻ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ത് അല്ല, നമ്മൾ ആദ്യം പൊതുവെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക, തൊപ്പി വളരെ മോശം, ഇന്ന് മാറി നിയാദായപ്പോ എത്രയോ നല്ല ആളെന്ന്. എടാ ഞാൻ പറയട്ടെ, ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനിലടാ. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളും ഒന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ല, പോടാൻ മതിയെന്ന് ഓപ്പണായിട്ട് പറയും. പക്ഷെ മറ്റേ പരിപാടിയിലടാ, നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട്, ഇതെല്ലാം ചണ്ടിയായിട്ട് നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നു. മാത്രമല്ല എല്ലാം ഇപ്പോൾ പി സിന്റെ കാര്യമായാലും ഇതേ രാത്രി തന്നെ പി സി തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു. ഇപ്പം അതിന് ശേഷം പിന്നെ എന്താ പറയുക, അന്ന് തന്നെ ഓൺ ഡിക്ലെയർ ചെയ്തൊരു കാര്യമാണ് കുക്കിന്റെ. അതായത് ഇനി മുതൽ നീ കുക്ക് ചെയ്യേണ്ട, മെലവിനെ കൊണ്ട് കുക്ക് ചെയ്ത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞാൻ ഇന്നേ വരെ ഈ സംഭവം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത്. എൻ്റെ വീട്ടുകാരോട് പോലും ഞാൻ ഇത് പറയാത്തൊരു സാധനം. ഞാൻ അവിടെ ഏകദേശം എനിക്കൊന്നൊരു 4-5 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ അവിടെ പണിയെടുത്തിട്ടുണ്ട്, പട്ടീനെ പോലെ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അതിപ്പോൾ അലക്കാരനായിട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ കുക്കായിട്ടും എടുത്തിട്ടുണ്ട്, ആശാരിയായിട്ടും എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ. ഇന്നേ വരെ ഒരു ഉറുപ്പ് തന്നില്ല. തരാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം വെച്ചാൽ നമ്മളെന്താ പറയുക, നമ്മൾ ഓൻ്റെ ഒപ്പം നിൽക്കണമെന്നും അവിടെ ലൈവിലൊക്കെ പെർഫോം ചെയ്യുന്നതുകൊണ്ട് അതിലൊക്കെ ആ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ തരാന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളാ എന്തായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ കാര്യം സെറ്റാക്കും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും വീട്ടിലൊരു ആവശ്യമോ സാഹചര്യമോ മോശമായി കഴിഞ്ഞാൽ ഒപ്പം നിൽക്കുമല്ലോ, അതിന് സഹായിക്കുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിന്. എന്നിട്ട് അന്ന് രാത്രി ഈ പി സി അന്ന് എൻ്റെ ബർത്ത്ഡേൻ്റെ ആ രാത്രി എന്താ പറയുക, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യം അപ്പനോട് അറിയാം, മെൽവിൻ്റെ സാലറി നീ തന്നെ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു നീ അതെ എടാ, ഞാൻ സാലറി കൊടുത്തു, ഞാൻ അത്രയും മാസം എൻ്റെ വീട്ടിലേക്ക് പൈസ അയക്കുന്നത് എങ്ങനെയാ അറിയാടാ. ഓൾറെഡി എനിക്ക് 1-2 മാസം കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ഒരു രൂപ ഇവിടുത്തെ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും കിട്ടൂലെന്ന്. ഞാൻ പിന്നെന്താക്കി, ഇൻസ്റ്റ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. ആ വീട്ടിലില്ലടാ ഗ്യാങ് ഹൗസിൽ ആദ്യമായിട്ട് ചെറിയ മിനി വ്ളോഗും റീലൊക്കെ എടുക്കുന്ന ഞാനാ. കാരണം എനിക്ക് മനസ്സിലായി കാര്യം ഇതിങ്ങനെ പോയാൽ. അപ്പൊ എന്നെ കൊണ്ട് എപ്പം നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും എടുക്കാൻ നോക്കും. കാരണം വേറെ എഡിറ്റിംഗിലായിരിക്കും, അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് മനസ്സിലായി, കാരണം വീട്ടുകാരോട് ഡെയിലി ഇവന്റെ കേൾക്കും, എപ്പം കേൾക്കും. കാരണം വെച്ചാൽ ഓൻ പറയും നീ നിന്റെ കാര്യം വേണ്ടി മാത്രമല്ല നീ ചെയ്യുന്നുള്ളൂ. അതായത് ഓൻ്റെ ചിലപ്പോൾ അലക്കാനുള്ളത് ഉണങ്ങിയിട്ട് എടുത്തിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക ഫുഡ് ചിലപ്പോൾ പൊളിച്ച് ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്ത് പൊളിച്ചക്ക് എന്താ പറയുക 4 മണി ലൈവ് കഴിയുന്ന സമയങ്ങൾക്ക് എത്ര അറിയാം, 2-2:30 മണിക്കൊക്കെ കഴിയുക. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് കിടന്നിട്ടുണ്ടാവും. കാരണം ഓൾറെഡി ഇപ്പോൾ ഫുഡിന് നേരത്തെ എണീക്കണം. നമുക്ക് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പറയും എടാ എനിക്ക് മുട്ട പൊറിച്ച് ഉണ്ടാക്കി തരണം, പിന്നെ ഓംപ്ലേറ്റ് ഇതാക്കി തരണം, അതാക്കി തരണം എന്നുള്ള പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ ഒന്നും പറയാണ്ട് എണീച്ചു പോകും. കാരണം എന്താ, 17 Pro എടുത്ത് നോക്കുന്നുണ്ട്. എടാ 17 Pro എടുത്ത് ഞാൻ ഒന്ന് പറഞ്ഞ് തീരട്ടെ. അതായത് ഞാൻ 17 Pro എടുത്ത് എങ്ങനെ അറിയടാ, എൻ്റെ മാക് ബുക്ക് ഉണ്ട്. അതായത് ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പുണ്ടായ 2 ഒന്ന് മാക്ക്, പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഇതേപോലെ തന്നെ സാധനം വെച്ചിട്ട് അടുത്തൊരു ക്യാമറ ഉണ്ട്, സോണി ZV-8 എന്നുള്ള ബ്ലോഗിങ് ക്യാമറ. അത് ഈ അടുത്ത് ഞാൻ സെല് ചെയ്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. ഈ 2 സാധനം വിറ്റിട്ടാണ് 17 Pro എടുത്തത്. എടാ നമ്മുടെ അടുത്തൊന്നും ഒരു ഉറുപ്പില്ലടാ, ഇതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. ഒരു 10 രൂപ കടം പോലും ചോദിക്കാൻ പറ്റില്ല കുടുംബക്കാരോടോ കൂട്ടുകാരന്മാരോടോ. കാരണം എന്താ, ലക്ഷങ്ങൾ കിട്ടുന്ന തൊപ്പിൻ്റെ അടുത്ത് ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നില്ല, പിന്നെ നീ എന്തിനാ അത് പൂത്തി വെച്ചിട്ട് നമ്മോട് പൈസ ചോദിക്കുന്നു ചോദിക്കും. എടാ അതുകൊണ്ട് നാണക്കെടുകൊണ്ട് ആരോട് ചോദിക്കാൻ പറ്റൂല. എത്ര പ്രാവശ്യം എന്നറിയോ, ഇവൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും കുറേ രാത്രി കരഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ, പുറലോകത്ത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? ഗതി കെട്ടിട്ടാ പറയുന്നത്. വരാപ്പോഴിന്ന് ഒരു മുട്ട ബജിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രമോ നമ്മൾ എത്ര ആൾക്കാർ കടം ചോദിക്കലുണ്ട് പൈസക്ക്. എടാ ഒരു ബജിക്കല്ല അവിടെ ഒരു 8 റുപ്യേ ഉള്ളൂ. 8 റുപ്യൻ്റെ ബജിയും ചായയും കുടിക്കാൻ വേണ്ടി ആകെ ഒരു സമാധാനം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഇത് മാത്രം കുടിക്കാനാ. ഇത് കുടിക്കാൻ പോലും കടം മേടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായി കൊടുക്കുക. ഈ മെൽവിനും പറഞ്ഞ പോലെ തന്നെ 1-2 മാസം കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അതെനിക്കാവൂല, എന്നെ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഓനോട്, ഞാൻ അവസാനമായിട്ട് ട്രിക്കാ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ട്രിക്കാ. എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഉമ്മയും വിളിച്ചിട്ട് എപ്പം ഇങ്ങനെ പറയൂ, ഒരു 5 പൈസ കിട്ടാണ്ട് എന്തിനാ നിൽക്കുന്നത്, ഓൾറെഡി ഒന്നും റീലും കാര്യങ്ങളൊന്നും ഇടാനും പറ്റുന്നില്ല വൃത്തിക്ക്. കാരണം ഇതെല്ലാം പണിൻ്റെ ഇടയിൽ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക, ആവൂലെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നിൽക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ അതൊരു ജയിലല്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിങ്ങൾ പഴയ പോലെ ഒന്നിക്കണമെന്നാണ് ആഗ്രഹം. സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു ക്ലിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു സ്ക്രിപ്റ്റ് ആണെന്നുള്ളത്. പക്ഷെ ഫുള്ള് കാര്യങ്ങൾ കേട്ട് നോക്കുമ്പോ ഒരു കണക്ഷൻ വരുമല്ലോ. കണക്ട് ചെയ്ത് നോക്കുമ്പോ എനിക്ക് തോന്നുന്നില്ല ഇത് ഒരു വെറുതെ കളവ് പറയാവൂ എന്നുള്ളത്. അപ്പൊ ഇത് കണ്ട ശേഷം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.